നിങ്ങൾ ആ കാണുന്ന ബിൽഡിംഗ് ദമാക്കിന്റെ പാരമൗണ്ട് ടവേഴ്സ് എന്ന് പറഞ്ഞ ടവേഴ്സ് ആണ്. അവിടെ 1 ബെഡ്റൂമിന് റെന്റ് എന്ന് പറയുന്നത് 120 to 140K ആണ്. 2 ബെഡ്റൂമിനാണെങ്കിൽ 200, 220 to 240K വരെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പ്ലോട്ടിലാണ് ദുബായിലെ തന്നെ 6th ലാർജസ്റ്റ് ടവർ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ പ്രൊജക്ട് കൊണ്ടുവരുന്നുള്ളത് സെമി ഗവൺമെന്റ് ഡെവലപ്പറായ ദിയാറാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്ലോട്ടിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്നതാണ് ഷെയ്ഖ് സായിദ് റോഡ്. വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് നിങ്ങൾക്ക് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അറൌണ്ട് 6 to 7 minute വാക്കിംഗ് ഡിസ്റ്റൻസിൽ. ആ കാണുന്നതാണ് ഡൗൺ ടൗൺ ബുർജ് ഖലീഫ വരുന്നുള്ളത്. വിത്തിൻ 10 minutes ഓഫ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും. ദുബായ് മോളും 10 minutes ഓഫ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ധനൂപിന്റെ ബേ 101 എന്ന് പറയുന്ന പ്രൊജക്ട്. ഇത് ഫേസിംഗ് ആയിട്ട് ഒരു യൂണിറ്റും ഇല്ല. യൂണിറ്റ് എല്ലാം ഫേസ് ചെയ്യാൻ പോകുന്നത് ഒന്നെങ്കിൽ ഡൗൺ ടൗൺ ആണ്, അല്ലെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡാണ്, അല്ലെങ്കിൽ ബിസിനസ് ബേ വ്യൂ ആണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. 110 ഫ്ലോർ വരുന്ന, അതായത് 450 മീറ്റർ വരുന്ന ഈ ടവറിൽ 550 യൂണിറ്റ്സേ വരുന്നുള്ളൂ. 1 ബെഡ്റൂം മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നുള്ളത്. വെറും 2 million ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത്. 50-50 ആണ് പേയ്മെന്റ് പ്ലാന്. 10% ഡൗൺ പേയ്മെന്റ് നിങ്ങൾ അടിച്ചാൽ മതി. അതായത് അടുത്ത 4 വർഷം കൊണ്ടാണ് 50% അടിക്കേണ്ടത്. ഇന്ന് ദുബായിൽ ഒരു നോർമൽ 1 ബെഡ്റൂം വാങ്ങിക്കണമെങ്കിൽ പോലും നിങ്ങൾ 20% ഡൗൺ പേയ്മെന്റ് അടിക്കണം. പക്ഷെ ഇതുപോലത്തെ ഒരുപാട് എക്സ്ക്ലൂസിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ഒരു ടവറിൽ വെറും 10% മാത്രം ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ മതി. അപ്പോൾ ഒരൊറ്റ ദിവസമേ ഉള്ളൂ EOI സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ EOI സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും ബുക്ക് ചെയ്തില്ലെങ്കിലും ഈ പ്രൊജക്ട് എന്തായാലും സോൾഡ് ഔട്ട് ആയി പോകും. കാരണം ബിസിനസ് ബേയിൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു പ്രൊജക്ട് കിട്ടുക എന്നുള്ളത് വളരെ എക്സ്ക്ലൂസീവ് ആയ ഒരു പ്രൊജക്റ്റാണ്.